നമസ്കാരം. വാസയോഗ്യമായ വീടുകൾ പരിമിതം, ശൗചാലയങ്ങളുടെ അവസ്ഥ അതിലേറെ പരിതാപകരം. ചെന്നെത്തണമെങ്കിൽ സർക്കസ് അഭ്യാസിയുടെ മെയ്വഴക്കവും അനിവാര്യം. ശുദ്ധജല ലഭ്യതയാവട്ടെ വിരളവും. സമീപ പ്രദേശങ്ങളിലെ ആദിവാസി ഉന്നതികളുടെ പൊതുസ്ഥിതി ഇങ്ങനെ. 20 വർഷത്തോളമായി ഉന്നതികളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഉന്നതികളിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് നന്നായി അറിയാം. ഉന്നതികളുടെ വികസനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതികൾ വേണ്ടത്ര ഗുണം ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉന്നതികളിൽ നിരവധി വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച വീടുകളും അങ്ങിങ്ങായി കാണാം. ഇത്തരത്തിൽ നിർമ്മിച്ച നിരവധി വീടുകൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ താമസയോഗ്യമല്ലാതായി മാറിക്കഴിഞ്ഞു. വാർക്കയിലെ സിമന്റ് പാളികൾ അടർന്ന് കമ്പികൾ വെളിയിൽ കാണാവുന്ന നിലയിലായ വീടുകൾ നിരവധിയാണ്. ഭിത്തിയിൽ വിള്ളലുകൾ വീണ വീടുകളും കാണാം. നേരാവണ്ണം നിർമ്മിക്കാത്തതിനാൽ കക്കൂസുകളിൽ പലതും ഉപയോഗശൂന്യമായി. നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ കക്കൂസുകൾ ഉപയോഗിക്കുന്നവരും ഉണ്ട്. ടാങ്ക് പൊട്ടി പുറത്തേക്ക് ഒഴുകുന്ന കക്കൂസ് മാലിന്യത്തിന്റെ ദുർഗന്ധം സഹിച്ചു കഴിയുന്നവരും ഇവർക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ ഇവരുടെ ഇത്തരം ദുരവസ്ഥയ്ക്ക് കാരണം എന്താണ്? ഇതേക്കുറിച്ച് സത്യസന്ധമായ ഒരു പഠനം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയാൽ ഉന്നതികളുടെ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയവരുടെ വൻനിര തന്നെ വെളിച്ചത്ത് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും നിർവഹണ ഉദ്യോഗസ്ഥരും കരാറുകാരും ഇടനിലക്കാരുമെല്ലാം ഇതിൽ ഉൾപ്പെട്ടേക്കാം. ഉന്നതികളുടെ വികസന പ്രവർത്തനങ്ങൾ ഇക്കൂട്ടർക്ക് കീശ വീർപ്പിക്കാനുള്ള മാർഗമായി മാറിക്കഴിഞ്ഞു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള തോന്നൽ അല്ല, അനുഭവമാണ് പണം തട്ടാൻ ഇവർക്ക് പ്രചോദനമാവുന്നത്. ഉന്നതികളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഫണ്ട് എത്തുന്നുണ്ട്. ഈ ഫണ്ടിന്റെ വിനിയോഗം നേരാവണ്ണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ആരും മെനക്കെടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ നേരിടുന്ന ഉന്നതിവാസികളിൽ ആരും തന്നെ പരാതിയുമായി പോകില്ല എന്ന ധൈര്യം തട്ടിപ്പുകാർക്ക് കരുത്തു പകരുന്നുണ്ട്. പിച്ചച്ചട്ടിയിലായാലും കൈയിട്ട് വാരും എന്ന ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്നവരാണ് ഇത്തരം തട്ടിപ്പുകാർ. ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ നിയമത്തിന്റെ വഴിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ചിന്ത. ഇതിനായി നിയമസഹായം ലഭ്യമാക്കാമെന്ന് അഭിഭാഷകരിൽ ചിലർ ഉറപ്പു നൽകിയിട്ടുണ്ട്. വരും നാളുകളിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താം. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ.